ചെറുപ്പക്കാരിൽ ഹൃദ്രോഗബാധ ഈയിടെ കൂടുതലാണെന്ന് കണ്ടുവല്ലോ. ചില കുടുംബങ്ങളിൽ ഹൃദ്രോഗബാധ വളരെ കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള കുടുംബ ചരിത്രമുള്ളവർ നേരത്തെ തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി അവർക്കും ഈ കൊറോണറി റിസ്ക് ഉണ്ടോ എന്ന് അറിയാനുള്ള ചില ടെസ്റ്റുകൾ ചെയ്തതാണ്. ഉദാഹരണത്തിന് വെയിറ്റ് കൂടുതലാണോ, ബ്ലഡ് പ്രഷർ കൂടുതലുണ്ടോ, പ്രമേഹം വന്നിട്ടുണ്ടോ, വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ, കൂടാതെ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ, രക്തത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവുകൾ തിരിച്ചറിയാനുള്ള ഈ ടെസ്റ്റ്. ഇങ്ങനെയുള്ള സിമ്പിൾ ടെസ്റ്റുകൾ കൊണ്ട് തന്നെ റിസ്ക് കുറേയധികം മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനുവേണ്ടി ചിലപ്പോൾ കൊറോണറി കാൽഷ്യം സ്കോർ, കൊറോണറി CT സ്കാൻ വേണ്ടി വരാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ പുനഃപരിശോധന ചെയ്യണമെന്ന് പറയേണ്ടി. മരുന്ന് വല്ലതും കഴിക്കാൻ പറഞ്ഞു തന്നാൽ അത് എത്ര കാലം കഴിക്കണമെന്ന് മനസ്സിലാക്കി മുഴുവൻ കഴിക്കുന്നതും വളരെ അത്യാവശ്യമാണ്.